ടെക്നോളജി വളരെ വേഗത്തിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി അങ്ങോട്ട് ടെക്നോളജിയെ ആശ്രയിക്കാതെ നമുക്കാർക്കും നിലനിൽപ്പില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ചുറ്റും വളരുന്ന ലോകത്തെപ്പറ്റി ഒരു ബേസിക് നോളജെങ്കിലും നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മുടെയൊക്കെ നിലനിൽപ്പിൻ്റെ തന്നെ ആവശ്യമാണ്. അങ്ങനെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ശ്രമം. സോ കീപ് വാച്ചിങ്, സ്റ്റേ അപ്ഡേറ്റഡ്, ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ഓൺ. നമ്മളൊക്കെ ഡെയിലി വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നവരാണല്ലേ? നിങ്ങളൊരു വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന്? ഈ വീഡിയോ മുഴുവനായി കണ്ടു തീരുമ്പോൾ നിങ്ങൾക്കതിന് കൃത്യമായ ഉത്തരമുണ്ടാവും. ഒരു വെബ്സൈറ്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട രണ്ട് കോൺസെപ്റ്റാണ് ക്ലയൻറ്റ് ആൻഡ് സെർവർ. നമ്മൾ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, മൊബൈൽ പോലെയുള്ള ഡിവൈസസുകളെയാണ് നമ്മൾ ക്ലയൻറ്റ് ഡിവൈസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതേ വെബ്സൈറ്റിൻ്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയാണ് നമ്മൾ സെർവർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഈ ഡാറ്റാസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റ് ലോഡ് ചെയ്യുമ്പോൾ കാണുന്ന ഇമേജസ്, വീഡിയോസ്, അതുപോലെ എന്തൊക്കെ ആ വെബ്സൈറ്റിൽ നമ്മൾ കാണുന്നുണ്ടോ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയാണ് നമ്മൾ സെർവർ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. ഈ കമ്പ്യൂട്ടറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് 24/7 ഇൻ്റർനെറ്റും അതുപോലെ പവർ സപ്ലൈയും ആവശ്യമാണ്. നമ്മൾ ഫേസ്ബുക്കിൻ്റെ സെർവർ ഡൗൺ ആയി അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ സെർവർ ഡൗൺ ആയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ പറഞ്ഞ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ പവർ സപ്ലൈയോ ഏതെങ്കിലും കാരണവശാൽ ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ മെയിൻ്റനൻസിൻ്റെ ഭാഗമായി ഈ സെർവർ ഡൗൺ ചെയ്യേണ്ടി വരികയോ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് ഈ വെബ് എന്നതിനെ ഒരു റോഡായും അതിൻ്റെ ഇങ്ങേയറ്റത്തുള്ള വീടിനെ ക്ലയൻ്റായും അങ്ങേയറ്റത്തുള്ള ഷോപ്പിനെ നമ്മൾ സെർവറായും കൺസിഡർ ചെയ്യാം. ഈ ഒരു എക്സാമ്പിളിൻ്റെ ബേസിലായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പറയുന്നത്. പരസ്പരം ഇൻ്റർലിങ്ക് ആയി കിടക്കുന്ന വെബ് പേജസുകളുടെ കളക്ഷനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ആൻ എക്സാമ്പിൾ, ഫേസ്ബുക്കിൽ തന്നെ പല പല പേജുകളുണ്ട്. സെറ്റിങ്സ് മെനു, പ്രൊഫൈൽ പേജ്, ഹോം പേജ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഫേസ്ബുക്കിൻ്റെ വെബ്സൈറ്റ്. നമ്മൾ ബ്രൗസറിൽ ഒരു URL എൻ്റർ ചെയ്യുമ്പോൾ ബ്രൗസറിൽ നിന്ന് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് പോവുകയും ആ റിക്വസ്റ്റിനെ സെർവർ പ്രോസസ്സ് ചെയ്യുകയും ആ റിക്വസ്റ്റിന് റെസ്പോൺസായി ഒരു വെബ് പേജിനെ ബ്രൗസറിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യുമ്പോൾ ബേസിക്കായി സംഭവിക്കുന്നത്. ഈ റിക്വസ്റ്റിനും റെസ്പോൺസിനും ഇടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡൊമൈൻ നെയിം സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രൗസറിൽ URL എൻ്റർ ചെയ്യുമ്പോൾ ബ്രൗസറിന് ഡയറക്റ്റ് സെർവറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ google.com എന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ സെർവറുമായി ബ്രൗസറിന് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഗൂഗിളിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സെർവറിൻ്റെ IP അറിയേണ്ടതായിട്ടുണ്ട്. ഇതിനുപയോഗിക്കുന്ന സിസ്റ്റമാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. DNS ഒരു അഡ്രസ് ബുക്ക് പോലെയാണ് വർക്കാവുമ്പോൾ. നമ്മൾ ബ്രൗസറിൽ എൻ്റർ ചെയ്യുന്ന URLൻ്റെ മാച്ച് ആവുന്ന IP അഡ്രസ് ബ്രൗസറിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് DNS സർവേഴ്സ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിളുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് കടയുടെ പേരറിയാം, പക്ഷേ കടയുടെ അഡ്രസ്സ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വഴിയിൽ കാണുന്ന ഒരാളോട് നമുക്ക് അതിൻ്റെ അഡ്രസ്സ് ചോദിക്കും. ഇത് തന്നെയാണ് ഏറെക്കുറെ DNS ചെയ്യുന്നത്. IP അഡ്രസ്സുകൾ നമുക്ക് ഓർത്ത് വെക്കാൻ പ്രയാസമുള്ളതിനാലാണ് ഡൊമൈൻ നെയിം സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തത്. ബ്രൗസറിന് IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ സെർവറുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോൾ ബ്രൗസറിൽ നിന്ന് സെർവറിലേക്ക് ഒരു HTTP റിക്വസ്റ്റ് സെൻഡ് ആവുന്നുണ്ട്. ഈ HTTP എന്താണെന്നാൽ ബ്രൗസറും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. സെർവറിൽ ഈ റിക്വസ്റ്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത വെബ് പേജിൻ്റെ കോപ്പി റെസ്പോൺസായി ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലോഡ് ചെയ്ത വെബ് പേജിൻ്റെ ഓരോ അസറ്റ്സും ലോഡായി കഴിയുന്നത് വരെ ബ്രൗസർ ഈ HTTP റിക്വസ്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ലോഡ് ചെയ്ത വെബ് പേജിലെ എല്ലാ അസറ്റ്സും ലോഡായി കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ആ വെബ് പേജ് ലോഡാകുകയും ഈ കണക്ഷൻ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ മാക്സിമം സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പോയിന്റിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണുന്നവരെ ബൈ.